അസോസിയേഷൻ കോഴിക്കോട് ബ്രാഞ്ചിന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും ആദ്യമേ തന്നെ COPD ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുടെ ഒരു ദിവസം എല്ലാ വർഷവും ആചരിക്കാറുണ്ട്. അപ്പം നാളെ നമ്മൾ കോഴിക്കോട് ബ്രാഞ്ച് IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ബ്രാഞ്ചും അതുപോലെ തന്നെ AMS എന്ന് പറയും, അക്കാഡമി ഓഫ് മെഡിക്കൽ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയും IMA, അതിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ നടത്തുന്ന വിവിധ പരിപാടികളുണ്ട്. രാവിലെ ഒരു സമ്മേളനം, പൊതുസമ്മേളനം, അത് MK രാഘവൻ MP അവർകളാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ വൈകുന്നേരം അതിൻ്റെ AMSന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും കൂടി, ഇനോഗ്രേഷനും കൂടി നടക്കുകയാണ്. ഇപ്രാവശ്യം സംസ്ഥാന തലത്തിൽ AMS സ്റ്റേറ്റ് ചാപ്റ്ററിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് എൻ്റെ വലതുവശത്തിരിക്കുന്ന ഡോക്ടർ അജിത് ഭാസ്കർ സാറാണ്. സാറ് വൺ ഓഫ് ദ സീനിയർ മോസ്റ്റ് കൺസൾട്ടന്റ് പൾമണോളജിസ്റ്റ് ആണ് കേരളത്തിൽ തന്നെ. അപ്പം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇനി അടുത്തൊരു കൊല്ലം AMS സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നത്. എൻ്റെ ഇടതുവശത്തിരിക്കുന്ന സെക്രട്ടറി കൂടിയിട്ടാണ്. അപ്പം ഇവർ രണ്ടാളുമാണ് ഇതിന്റെ സാരഥ്യം വഹിക്കുന്നത്. അതിന്റെ നമ്മൾ ആചരിക്കുന്നത്. ഇത്തവണത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാന തലത്തിൽ കോൺഗ്രസിനും അതിൻ്റെതായിട്ടുള്ള ചെയർമാനും കൺവീനറും ഉണ്ടാവും. സംസ്ഥാന തലത്തിലൊരു ചെയർമാൻ സെക്രട്ടറി ഉണ്ടാവും. ഡോക്ടർ സന്ധ്യയാണ് എൻ്റെ അന്നോടെ സന്നിഹിതമായിരിക്കും. അവരുമായിട്ട് രോഗികൾക്ക് സംവദിക്കാം, സംശയങ്ങൾക്കുള്ള മറുപടികളും ഉണ്ടാകും. അങ്ങനെ കുറച്ച് നീണ്ട പിന്നെ ഒരു ചെറിയ എൻ്റർടൈൻമെൻറ്റ് പരിപാടിയും സ്റ്റാഫ് സ്മോക്കിംഗ് ആൻഡ് സ്റ്റാർട്ട് സിംഗിങ് എന്ന് പറയുന്ന ഒരു ഓരി നിർത്തുക, സംഗീതം പാടുക എന്നുള്ള ചെറിയൊരു സംഗീത സദസ്സും കൂടെ ഉണ്ടാകുന്നതാണ്. പ്രമുഖ ആശുപത്രികളുടെയും നെഞ്ചുരോഗ വിദഗ്ധന്മാരുടെ സാന്നിധ്യത്തിൽ ഒരു ബൃഹത്തായിട്ടുള്ള ഒരു അക്കാഡമിക് പ്രോഗ്രാം COPD റീസെന്റ് അഡ്വാൻസസ്, ഏറ്റവും ഈ ഒരു അസുഖത്തെ പറ്റി നമ്മുടെ സമൂഹത്തിൽ കുറച്ചും കൂടി അവബോധം ഉണ്ടാക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് പുകവലിക്ക് ഇങ്ങനെ യങ്സ്റ്റേഴ്സ് തുടങ്ങിയ ഏജിൽ എല്ലാവരും പുകവലിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം ഇത്തരം പുകവലിയാണ് ഇതിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണം. അപ്പം നമ്മൾക്ക് പുകവലി എത്രത്തോളം ഇത് ബാധിക്കും, നമ്മളുടെ മനസ്സിൽ പുകവലി പ്രധാന കാരണം ഉണ്ടാക്കുന്നത് ക്യാൻസർ എന്നുള്ള ഒരു ചിന്ത മാത്രമേ ജനങ്ങൾക്കുള്ളൂ. പക്ഷേ COPD എന്നൊരു അസുഖം ഉണ്ടാക്കും. അത് ജീവിതകാലം മുഴുവൻ അവരെ ബുദ്ധിമുട്ടിലേക്ക് നയിക്കും. പ്രായമാകുമ്പോൾ അവർക്ക് ഓക്സിജന്റെ സപ്പോർട്ട്, അത് വീടുകളിൽ തന്നെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഓക്സിജന്റെ സപ്പോർട്ട് വരുന്നൊരവസ്ഥയാണ്. ഈ ഓക്സിജൻ സപ്പോർട്ടൊന്നും ഈ പാവപ്പെട്ട ജനങ്ങൾക്കും അത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ പാവപ്പെട്ട ജനങ്ങൾക്ക് അത് എത്തിപ്പിടിക്കാനും ഓക്സിജൻ കിട്ടാനും അതിനുള്ള സാഹചര്യങ്ങളെല്ലാം വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനെ തടയിടാനായി നമുക്ക് എന്ത് ചെയ്യാം, പുകവലി നിർത്തണം എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാം. പുക വലിക്കുന്ന ആളിനേക്കാളും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് പാസീവ് സ്മോക്കിംഗ് എന്നൊരു കാര്യം. ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു ഭർത്താവ് പുകവലിക്കുന്ന ആളാണെങ്കിൽ അവരുടെ ഭാര്യയ്ക്ക് ഈ അസുഖം വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പിന്നെ ഏറ്റവും പ്രധാനമുള്ളൊരു കാര്യം, മറ്റ് അസുഖങ്ങളെ പോലെ തന്നെ മൂന്നാമത്തെ സ്ഥാനത്ത് മരണകാരണമായി നിൽക്കുന്ന ഈ അസുഖത്തെ പറ്റി പൊതുജനങ്ങൾക്ക് ഒരു അവബോധം കൊടുക്കുക. അതുകൂടാതെ അവരെ സഹായിക്കാനാണ് പുറത്തേക്ക് തുപ്പുന്ന പുക വഴി ഉണ്ടാകുന്ന അസുഖം. ഇതെല്ലാം കൂടി ആകുമ്പോൾ COPD നമ്മൾ ആദ്യമേ രജിസ്റ്റർ ചെയ്യുന്ന 100 പൊതുജനങ്ങൾക്ക് സൗജന്യമായിട്ടുള്ള ബ്ലഡ് പ്രഷർ ചെക്കപ്പ്, ഓക്സിജൻ ലെവൽ ചെക്കപ്പ്, അതിൻ്റെ കൂടെ തന്നെ ലങ് ഫങ്ഷൻ ടെസ്റ്റിങ്, ബ്ലഡ് ഷുഗേഴ്സ്, ഇതെല്ലാം സൗജന്യമായി നൽകുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മലബാർ മെഡിക്കൽ കോളേജിൻ്റെ എമർജൻസി വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ 40 മെഡിക്കൽ പാരാമെഡിക്കൽ സ്റ്റാഫുകൾക്ക് നമ്മൾ ഇവിടെ ഒരു PLS ECG നോൺ ഇൻവേസീവ് വെന്റിലേറ്റർ വർക്ക്ഷോപ്പും കൂടെ സംഘടിപ്പിക്കുന്നുണ്ട്. അത് പാരലായിട്ട് നടക്കും. അത് 9 മണിക്കാണ് തുടങ്ങുക. അപ്പോൾ ഈ ഒരു പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആർക്കും നമ്മുടെ ഫോൺ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. 2 പ്രോഗ്രാം ഷെഡ്യൂൾസ് ഉണ്ട്. ബ്രാഞ്ച് പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമ്മുടെ ബഹുമാന്യനായ ശ്രീ MP രാഘവനാണ്
രാവിലത്തെ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യുന്നത്